നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി GK ചോദ്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പിന്നെ നമ്മളുടെ ഈ ഒരു സീരീസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു 30 ദിവസത്തെ മുൻവർഷ ചോദ്യങ്ങളുടെ ചലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡെയിലി ഒരു 40 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ 41ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് ഇന്ദിരാ പോയിന്റ്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം വരാൻ പോകുന്നത് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റാണ്. ഏറ്റവും വടക്കേ അറ്റത്ത് ഇന്ദിരാ കോളാണ്, തെക്കേ അറ്റത്ത് ഇന്ദിരാ പോയിൻ്റാണ്. ഓക്കെ, ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. അടുത്തത് 42ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബഖ്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഞാൻ പറയട്ടെ. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് എന്ന് പറയുന്നത് കണ്ടോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്ന് പറയുന്നത്, അതും ശരിയാണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ാമത്തത് തെറ്റാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ അല്ല, ബഖ്രാനങ്കലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ. അതായത് 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെറ്റ് മനസ്സിലായല്ലോ. അടുത്തത് 43ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതായിരുന്നു. 44ാമത്തെ ചോദ്യം: ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ, ജനപ്രതിനിധി സഭ എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇതിൻ്റെ തെറ്റായിട്ടുള്ള ഏതൊക്കെയാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നതും 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ എന്ന് പറയുന്നതും തെറ്റാണ്. ലോകസഭയുമായി ബന്ധമില്ലാത്ത 2 പ്രസ്താവനകളാണ് 1ഉം 3ഉം. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യവും PSC ക്യാൻസൽ ചെയ്തതായിരുന്നു. 46ാമത്തെ ചോദ്യം: ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, അതായത് വരാഹമിരീഹർ എന്ന് പറയുന്നത് ലഘുജാതകം. 2, കാളിദാസൻ എന്തുമായിട്ടാണ്? വിക്രമോർവശീയം. 3ാമത്തത് വിശാഖദത്തൻ വരുന്നത് മുദ്രരാക്ഷസം. 4, ശുദ്രകൻ വരുന്നത് മൃച്ഛകടികം. അതായത് ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ അകത്ത് രചയിതാക്കളും അവരുടെ കൃതികളും ആണുള്ളത്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 47ാമത്തെ ചോദ്യം: കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. കൃത്രിമ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ വാഹനം? ഓപ്ഷൻ എ ആണ്, PSLV C-57. PSLV C-57ലാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 48ാമത്തെ ചോദ്യം: സമൂഹ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അഗസ്ത് കോംതെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്. 49ാമത്തെ ചോദ്യം: 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ
പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ്, തെക്കേ അമേരിക്കയിൽ നിന്നായിരുന്നു. 50-ാമത്തെ ചോദ്യം, മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ഡാഷ് ദിനത്തിന്റെ സന്ദേശം. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ഏത് ദിനത്തിൻ്റെയാണ്? ഓപ്ഷൻ സി, മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം. അപ്പോൾ ദിവസങ്ങളും പ്രമേയങ്ങളൊക്കെ പഠിക്കണം. നമുക്കിപ്പോൾ 2025-ലെയും 2024-ലെയൊക്കെ പഠിക്കണം. അപ്പോൾ ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളൊക്കെ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്കിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളൊക്കെ അവർ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഈ ബുക്കാണ്. ഇനിയിപ്പോൾ VFA എക്സാം വരുന്നുണ്ട്. സെപ്റ്റംബർ 19 VFA എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ നമുക്കത് യൂസ്ഫുൾ ആണ്. നിങ്ങളത് വാങ്ങുക. ഞാൻ ആ ബുക്കിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. മാത്രമല്ല നമ്മളുടെ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ്. 52-ാമത്തെ ചോദ്യം, നൊബേലുമായിട്ടുള്ള ചോദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ആണ്, ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത്. വർഷം 2023. ഇനി സയൻസിലെ ചോദ്യങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. അപ്പോൾ ചെറുകുടലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് അല്ലേ? ചെറുകുടലുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. 54-ാമത്തെ ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മങ്ങിയ പ്രകാശത്തിലുള്ള കാഴ്ചക്കുറവ് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ, വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് മങ്ങിയ പ്രകാശത്തിലുള്ള കാഴ്ചക്കുറവ് ഉണ്ടാവുന്നത്. 55-ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. 56-ാമത്തെ ചോദ്യം, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1988 ദേശീയ വനനയം നിലവിൽ വന്നത്. 57, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ്, IUCN. 58-ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത്. 59, രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്താണ്? രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, സിഗ് കറൻസിയാണ് രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസി. 60, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. അപ്പോൾ കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കറിയുപ്പിൻ്റെ രാസനാമം? ഓപ്ഷൻ ബി ആണ്, സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡ് ആണ് കറിയുപ്പിൻ്റെ രാസനാമം. 61-ാമത്തെ ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപത്തിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപമാണ് രാസോർജം. 62-ാമത്തെ ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ 20 ഹെഡ്സിനും 20 കിലോ ഹെഡ്സിനെന്ന് നമ്മൾ പറയും അല്ലേ. 20 ഹെഡ്സിനും 20 കിലോ ഹെഡ്സിനും ഇടയ്ക്കാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. അടുത്തത് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല.
അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. ഇത് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 പ്രസ്താവനകളും ശരിയാണല്ലേ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. അടുത്തത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. എല്ലാ ധാതുക്കളും അയിരുകളാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ 2 മാത്രമാണ് ശരി. എല്ലാ അയിരും ധാതുക്കളാണ് എന്ന് പറയുന്നത് മാത്രമാണ് ശരി. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. അടുത്തത് 65ാമത്തെ ചോദ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? കണ്ടോ, വീണ്ടും ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും ചോദിച്ചേക്കുന്നുണ്ടോ? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 63ാമത്തെ ചോദ്യം വീണ്ടും നോബൽ പുരസ്കാരമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 നോബൽ പുരസ്കാരമായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇനി വരുന്ന എക്സാമിന് നിങ്ങളത് വിട്ടിട്ടും പോകരുത്, നോക്കിയിട്ട് പോണേ. 2023 രസതന്ത്ര നോബൽ സമ്മാനം 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചതെന്നാണ്. എത്ര പേർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ്, 3 പേർക്ക് ലഭിച്ചു. ആർക്കൊക്കെയാണ്? 3 പേർക്കാണ് 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. 67ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. 68 താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ് പ്രോട്ടോസോവ രോഗം? ഓപ്ഷൻ ബി ആണ്, മലമ്പനിയാണ് പ്രോട്ടോസോവ രോഗം. ഓപ്ഷൻ ബി ആണ്, മലമ്പനിയാണ് പ്രോട്ടോസോവ രോഗം. ബാക്കി വരുന്നത് ക്ഷയം, എലിപ്പനി, എയ്ഡ്സ്. ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. മലമ്പനി പ്രോട്ടോസോവയാണ്. എലിപ്പനിയും ബാക്ടീരിയ മൂലമാണ്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് അല്ലേ. എയ്ഡ്സ് എന്ന് പറയുന്നത് വൈറസ് രോഗമാണ് അല്ലേ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന വൈറസ് ആണ് HIV രോഗം പകർത്തുന്നത്. അടുത്തത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. 70ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്, EEG. EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. 71 രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളം നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി എന്താണ്? ഓപ്ഷൻ എ ആണ്, കർസാപ്പ്. കർസാപ്പ് ആണ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോട് അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി. 72ാമത്തെ ചോദ്യം. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത എന്തെന്നാണ് അറിയപ്പെടുന്നത്? പ്ലാസ്മോഡെസ്മാറ്റ. എന്താണ്? ഓപ്ഷൻ സി ആണ്, പ്ലാസ്മോഡെസ്മാറ്റ. 73 അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിൻ്റെ രോഗകാരി ഏതാണ്? ഓപ്ഷൻ സി ആണ്, നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി ആണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിൻ്റെ രോഗകാരി. 74ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതായിരുന്നു. 75 ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ടസ്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്ലൂറയാണ്. 76 താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നതിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാം. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകഘടകങ്ങളെ ഹൃദയത്തിലെത്തിക്കുന്നു. പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. അപ്പോൾ
ഇതിൽ പോർട്ടൽ സിരയുമായിട്ട് ബന്ധമുള്ള രണ്ടേ രണ്ട് പ്രസ്താവനകളേ ഉള്ളൂ. പ്രസ്താവന രണ്ടാമത്തത്, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നത് പോർട്ടൽ സിരയാണ്. പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നതും പോർട്ടൽ സിരയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പോർട്ടൽ സിരയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവന. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിച്ചു കൊണ്ടുവരുന്നത് പോർട്ടൽ സിരയല്ല, ശ്വാസകോശ സിരയാണ്. പിന്നെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ചെറുകുടലിലെ വില്ലസുകളിലേക്കുള്ള ലാക്റ്റികൽ അല്ലെങ്കിൽ ലിംഫ് കുഴലിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതും പോർട്ടൽ സിര വഴിയല്ല കേട്ടോ. അത് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും പോർട്ടൽ സിരയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2ഉം 4ഉം ശരിയാണ്. പ്രസ്താവന 2ഉം 4ഉം ശരിയാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, നിലമ്പൂരാണ്. 78ാമത്തെ ചോദ്യം PSC ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. 79, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആസാമാണ്. 80ാമത്തെ ചോദ്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി GK ചോദ്യങ്ങൾ ഇത്രയുമാണുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു 5 ചോദ്യങ്ങൾ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 5 ചോദ്യങ്ങൾ എക്സ്ട്രാ ചോദ്യങ്ങൾ പഠിക്കും. അപ്പോഴേ നമ്മളുടെ 40 ചോദ്യങ്ങളാവത്തുള്ളൂ അല്ലേ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 ചോദ്യം കൂടി നോക്കിയാലോ. അടുത്ത ചോദ്യം, ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ്, ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉർവശി ഭട്ടാലയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരല്ല? താഴെ പറയുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? 4 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജോർജ് യൂള്, ആനന്ദ് മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെല്ലി സെൻഗുപ്ത. അപ്പോൾ ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി ഇവരെല്ലാവരും അലങ്കരിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്, 1, 2, 3, 4. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തുക. ക്രമീകരിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, മലനാട്, അത് കഴിഞ്ഞ് ഇടനാട്, പിന്നെ തീരപ്രദേശം. വിസ്തൃതി കൂടിയത് മലനാടിനാണ്, പിന്നെ ഇടനാട്, പിന്നെ തീരപ്രദേശം. അടുത്തത്, 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? ഓപ്ഷൻ ബി ആണ്, നിഹോൺ ഹിഡാൻകോയാണ് 2024 സമാധാനത്തിനുള്ള സമ്മാനം നേടിയ സംഘടന. 42. അടുത്ത ചോദ്യം, 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, മൊളാരിറ്റി ആണ്. എനിക്കൊരു കാര്യം പറയാം, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ നിരവധി പോരായ്മകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാനൊരു യാത്രയിലായിരുന്നു, അത് കഴിഞ്ഞ് ഇന്ന് വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് റെക്കോർഡ് ചെയ്ത് എടുക്കുന്ന ഒരു ക്ലാസ്സാണിത്. അതിൻ്റേതായ പോരായ്മകൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളിതൊന്ന് ഇന്ന് ഒരു ദിവസം നിങ്ങളൊന്ന് ക്ഷമിക്കണം. നാളെ തൊട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചെയ്യുന്നതാണ്. ഇന്ന് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ എല്ലാം തീർന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തില്ലെന്നാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് തരാൻ എനിക്ക് പറ്റാതെയാവും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാനൊരു ക്ലാസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ നോർമലായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം. താങ്ക് യു.